ജാർഖണ്ഡിൽ സംഭവിച്ചത് എൻ്റെ ഒരു ഇതനുസരിച്ച് ജയറാം മെഹ്തോ എന്ന പുതിയൊരു പാർട്ടി, അയാളുടെ ജാർഖണ്ഡ് ക്രാന്തികാരി JKLM-ഓ അതോ JLKM-ഓ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി. പുതിയ പാർട്ടിയാണ്. 30 വയസ്സേ ഉള്ളൂ ജയറാം മെഹ്തോയ്ക്ക്. പക്ഷേ ഇയാളുടെ ആൾക്കൂട്ടത്തിൽ ക്രൗഡ് പുള്ളിങ് പവർ അതിഭീകരമായിരുന്നു. ഇത് നോട്ടീസ് ചെയ്തിട്ട് BJP അയാളെ കൂടെ കൂട്ടാം എന്ന് തീരുമാനിച്ചു. NDAയിൽ അയാളുമായിട്ട് ഒരു റൗണ്ട് സംസാരിച്ചു. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല, അത് ക്ലിക്കായില്ല. അയാളുടെ പാർട്ടിയായിട്ട് മത്സരിച്ചു. 17 സീറ്റിൽ 4800 മുതൽ 3800 മുതൽ 48,000 വരെ വോട്ട് അയാൾ പിടിച്ചു. ഒറ്റ സീറ്റും അയാൾ ജയിച്ചില്ല, ബട്ട് ഇത്രയും വോട്ട് അയാൾ പിടിച്ചു. ഈ പിടിച്ചത് മുഴുവൻ NDAയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിരുന്നു. AJSU, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ. അതും ഒരു മെഹ്തോയാണ്, സുദേശ് മെഹ്തോ. സുദേശ് മെഹ്തോ നല്ലൊരു ഫോഴ്സ് ആയിരുന്നു, ബട്ട് പിന്നെ അയാൾ ക്ഷീണിച്ചു. അയാളുടെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ഈ ജയറാം മെഹ്തോ വരികയും ചെയ്തു. എന്നാൽ ഡയറക്റ്റ് അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. കാരണം അയാളുടെ സ്റ്റുഡൻസ് യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ലൈനിൽ പോകുന്നതാണ്. ഇയാളുടെ പാരലി ഈ ജാർഖണ്ഡ് ഭാഷയെ സംരക്ഷിക്കാനൊക്കെ ആയിട്ടാണ് ഇയാൾ തുടങ്ങിയത്. ആദ്യം അതിൻ്റെ പേര് അങ്ങനെ തന്നെയായിരുന്നു, ജാർഖണ്ഡ് ഭാഷാ സംരക്ഷണ സമിതി സംതിങ്. അത് കഴിഞ്ഞാണ് പുതിയ പേരിലേക്ക് മാറ്റിയത്. ബട്ട് അയാളുടെ പൊട്ടൻഷ്യൽ ഒരുപക്ഷെ BJP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അയാൾ കുറേയധികം വോട്ട് പിടിച്ചു. നമ്പർ 2, ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടായി. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ഒരേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും. കേജ്രിവാളിന് ചോദിക്കാതെ തന്നെ സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ഹേമന്ത് സോറന് ചോദിച്ചിട്ടും കൊടുത്തില്ല. സെക്കൻഡ് റൗണ്ട് ജാമ്യാപേക്ഷയുമായിട്ട് പോകുമ്പോഴാണ് ഹേമന്ത് സോറന് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ഹേമന്ത് സോറനോട് ഒരു അന്യായം സുപ്രീം കോടതി ചെയ്തു എന്ന് അവിടുത്തെ ഹേമന്ത് സോറൻ്റെ ട്രൈബൽസിന് തോന്നി. കോടതിയിൽ നടക്കുന്നത് എന്തുമായിക്കോട്ടെ, ഈ ജാമ്യം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? കേന്ദ്ര സർക്കാർ ഏജൻസികൾ എതിർക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഉത്തരവാദി ആരാ? മോദിയാണ്. ഇതാണ് ഈ സംഭവം. അവർക്കൊന്നും ചെയ്യാൻ കോടതിയുടെ തീരുമാനമാണ്, കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് ജാമ്യം. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ട് കേജ്രിവാളിന് കൊടുത്ത ജാമ്യം ഈ ഹേമന്ത് സോറന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. കേജ്രിവാൾ ജാമ്യം ഒട്ട് ചോദിച്ചിട്ടുമില്ല, ചോദിക്കാതെ കൊടുക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് അപേക്ഷിച്ച അത് ഒരു കാര്യം, ഒരു റിലീഫ് ഗ്രാൻറ്റ് ചെയ്യുന്നത്. ബട്ട് ദേ ഡിഡ് ദാറ്റ്. ഈ മനുഷ്യന് കൊടുക്കണ്ടേ? കൊടുത്തില്ല. കേസും നോക്ക്, ഗ്രാവിറ്റി നോക്കുക. 100 crores കേജ്രിവാളിനെതിരെയുള്ള ആരോപണം. ഹേമന്ത് സോറനെതിരെയോ 6.8 ഏക്കർ സ്ഥലം. സാധാരണഗതിയിൽ ഹേമന്ത് സോറൻ പ്രസംഗിക്കുകയാണ്, ശരി 6.8 ഏക്കർ സ്ഥലം ഞാൻ ആരുടെയോ പിടിച്ചെടുത്തു എന്നാണല്ലോ പറയുന്നത്. അത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേസ് തീർന്ന് ഞാൻ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തു? കാടായ കാടുമ്പോൾ അതും ഇതും ഒക്കെ കമ്പി വേലിയോ അതോ ഇതൊക്കെ ഇടുമ്പോൾ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കാണുമപ്പം അതിനാണോ എന്നെ പിടിച്ച് ജയിലിലിട്ടത് എന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? അപ്പം ഇതൊക്കെ ജനങ്ങളെ വല്ലാതെ വികാരം കൊള്ളിക്കും. അങ്ങനെ ചെയ്തോ? കാരണം ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകത, കറപ്ഷൻ ഒരെണ്ണം മാത്രമൊക്കെ ആണെങ്കിൽ ആളുകൾ വോട്ടൊന്നും മാറ്റി ചെയ്യില്ല, തുടർച്ചയായിട്ട് വരണം. മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ അവസാനിച്ചത് കറപ്ഷൻ ഒരു വലിയ ഘടകമായിരുന്നു. പക്ഷേ അന്ന് നോക്ക്, 2G കറപ്ഷൻ, കോൾ കറപ്ഷൻ, കോമൺവെൽത്ത് കറപ്ഷൻ, പിന്നെ ആ സ്റ്റേഡിയത്തിൻ്റെ കറപ്ഷൻ, പിന്നെ മഹാരാഷ്ട്രയിലെ ആദർശ് ഫ്ലാറ്റ് കറപ്ഷൻ, ഇതെല്ലാം വാല ഇങ്ങനെ വരികയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആകുകയും ചെയ്ത ഒരു സ്ഥിതി വന്നു. അപ്പോഴാണ് കറപ്ഷൻ ഒരു ഇഷ്യൂ ആകുന്നത്. അതല്ലാതെ ഒറ്റ കറപ്ഷൻ കേസ് വെച്ചൊന്നും ഒരു പൊളിറ്റീഷ്യനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒന്നാമത് കറപ്ഷൻ കേസ് വല്ലാതെ കോടതികളിൽ നീണ്ടുപോകുന്ന കേസുകളാണ്. ഒരു മോറൽ ടെർപിറ്റ്യൂഡാണ് കറപ്ഷൻ എന്ന് ഇന്ത്യൻ ജനത ഇന്നുവരെ കാണുന്നില്ല. അൺലെസ്
തുടർച്ചയായിട്ടിത് സംഭവിച്ചുകൊണ്ടിരിക്കുക. മോഹൻദാസ് ഒരു 100 രൂപ തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും 100 രൂപയല്ലേ ഉള്ളൂ, അങ്ങേർക്കൊരു ആവശ്യം വന്നു ഒന്നും വലിയ കാര്യം. ബട്ട് തുടരെ 100 രൂപ ഞാൻ വെട്ടിച്ചു, പിന്നെ 1000 രൂപ വെട്ടിച്ചു, പിന്നെ വേറൊരു സ്ഥലത്ത് മാല മോഷ്ടിച്ചു, അത് ഇത് ഇവിടെ ഇവൻ കള്ളനാണല്ലോ. ഇങ്ങനെയാണത് ബിൽഡപ്പ് വരുന്നത്. ഹേമന്ത് സോറൻ്റെ കാര്യത്തിൽ ഈ ബിൽഡപ്പ് ഉണ്ടായില്ല. അതുകൂടാതെ ജയറാം മെഹ്തോ വോട്ട് കട്ടിങ്, ദ ബിഗ്ഗസ്റ്റ് ഡിസ്റപ്റ്റർ ഓഫ് ദിസ് എലക്ഷൻ വാസ് ജയറാം മെഹ്തോ. അവിടെ ബി ജെ പിക്ക് കാൽക്കുലേഷൻ തെറ്റിപ്പോയി. നമ്പർ 2, ബി ജെ പിക്ക് ഒരു നേതാവും ഉണ്ടായിരുന്നില്ല. നരേറ്റീവ് ഉണ്ടായിരുന്നു, നേതാവ് ഉണ്ടായില്ല. നേതാവും നരേറ്റീവും സിങ്ക് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് വിജയിക്കാൻ പറ്റുന്നത്. ഇത് ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണോ ആ ഇലക്ഷൻ നടത്തിയത്? അല്ല. നമ്മളുടെ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹമായിരുന്നു പ്രഭാരി. സഹപ്രഭാരി നോൺ അതർ ദാൻ ഹിമന്ത ബിശ്വ ശർമ്മ. ഇത്രയും ഡെഡ്ലി കോമ്പിനേഷൻ വേറെയില്ല. ബട്ട് സ്റ്റിൽ ബി ജെ പി ഫെയിൽ. കാരണം ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ചമ്പൈ സോറിനെ ഒരു നേതാവാക്കി പ്രൊജക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ പക്ഷേ അതിന് സമയം കിട്ടിയില്ല. ചമ്പൈ സോറിനെ അവിടെ നിന്ന് പിണങ്ങി തിരിച്ചു വന്നു. ഉടനെ പിടിച്ചിട്ട് അങ്ങ് മുഖ്യമന്ത്രിയാക്കി നേതാവാക്കിയാൽ കൂടെയുള്ളവർക്ക് പിണക്കം തോന്നും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ, നേതാവില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി അവിടെ. അഥവാ ഈ പെർസെപ്ഷനാണല്ലോ വോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഫാക്റ്റല്ല. നേതാവില്ലായിരുന്നു ചോദിച്ചു ഇന്ന ആൾ നേതാവായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും ജനങ്ങൾക്കൊരു ബോധ്യം വരണ്ടേ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നവിസ്, ഇനി അഥവാ ദേവേന്ദ്ര ഫഡ്നവിസ് ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഏകനാഥ് ഷിൻഡെ, ഇതല്ലാതെ വേറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. ജാർഖണ്ഡിൽ അങ്ങനെ ഒരാളെ കൊടുക്കാനുണ്ടായില്ല. ഇനി അഥവാ കൊടുത്തിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ബോധ്യം വന്നില്ല. അപ്പോൾ ഒരു സ്ലിപ്പിലാണ് ജാർഖണ്ഡ് പോയത്.